ഭീമാർജുനന്മാർ യുധിഷ്ഠിരന് പ്രിയപ്പെട്ടവരായതിനാലാവും അവരെ പണയപ്പെടുത്താതെ ഇരിക്കുന്നതെന്ന് ശകുനി പറയുന്നത് കേട്ട് യുധിഷ്ഠിരൻ അർജുനനെയും പിന്നെ ഭീമനെയും ചൂതിനായി പണയപ്പെടുത്തി. കടൽ കടഞ്ഞെടുത്ത ഏറ്റവും വിലപിടിപ്പുള്ള രത്നം, മാലയായി കോർത്തതും സ്വർണം കെട്ടിയതുമായ ആഭരണങ്ങൾ വെച്ച് യുധിഷ്ഠിരനും അത്ര തന്നെ രത്നങ്ങൾ പന്തയം വെച്ച് ദുര്യോധനന് വേണ്ടി ശകുനിയും ചൂതുകളി ആരംഭിച്ചു. ഉടനെ ശകുനി അക്ഷങ്ങളെ എടുത്തു കളിച്ച് താൻ ജയിച്ചു എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. തന്നെ ചതിപ്രയോഗത്താൽ ശകുനി തോൽപ്പിച്ചതാണെന്നറിഞ്ഞിട്ടും 1000 സ്വർണ്ണനിഷ്കങ്ങൾ വെച്ചുള്ള ഭണ്ഡാരവും ഒരിക്കലും ഒടുങ്ങാത്ത പൊന്നും വെള്ളിയും നിറച്ച അസംഖ്യം ഭണ്ഡാരങ്ങളും പണയം വെച്ച് യുധിഷ്ഠിരൻ വീണ്ടും കളിച്ചു. അതിലും കള്ളക്കളി കളിച്ച് ശകുനി താൻ ജയിച്ചു എന്ന് ഹർഷത്തോടെ പറഞ്ഞു. പിന്നെ 1000 രഥത്തിനു തുല്യമായതും മനോഹരമായ കിങ്ങിണിജാലങ്ങൾ മുഴങ്ങുന്നതും പുരരിപ്പക്ഷിയുടെ നിറത്തിനു തുല്യമായ നിറമുള്ളതും ലോകപ്രസിദ്ധമായ നല്ല കുതിരകൾ വലിക്കുന്നതും രഥങ്ങളിൽ വെച്ച് ശ്രേഷ്ഠമായ രാജരഥം ജൈത്രരഥം പണയം വെച്ച് യുധിഷ്ഠിരൻ ചൂതുകളിച്ചു. യുധിഷ്ഠിരൻ പണയം വെക്കുന്നു എന്ന് പറഞ്ഞ ഉടനെ ശകുനി കള്ളക്കളി കളിച്ച് തങ്ങൾ ജയിച്ചു എന്ന് പറഞ്ഞു. കള്ളക്കളിയാണെന്ന് മനസ്സിലാക്കിയിട്ടും യുധിഷ്ഠിരൻ ഒന്നും പറഞ്ഞില്ലെന്ന് മാത്രമല്ല, തന്റെ ആജ്ഞപ്രകാരം ആടിപ്പാടി നൃത്തം വെച്ച് ഭംഗിയായി സംസാരിച്ച് ശുശ്രൂഷിക്കുന്നവര് കുശലകളായതും സ്വർണ്ണാഭരണങ്ങൾ അണിഞ്ഞവരും 64 കലകളിലും സാമർഥ്യമുള്ളവരുമായ 1,00,000 ദാസിമാരെ പണയം വെച്ച് യുധിഷ്ഠിരൻ ചൂതുകളിച്ചു. ആ കളിയിലും ശകുനി ചതിയാൽ യുധിഷ്ഠിരനെ ജയിച്ചു. സമർത്ഥരും ബുദ്ധിമാന്മാരും രാവും പകലും പാണ്ഡവന്മാരെ ഊട്ടുന്നവരുമായ 1,00,000 ദാസന്മാരെയും സ്വർണ്ണച്ചങ്ങല അണിഞ്ഞതും കാർമേഘം പോലെ നിറമുള്ളതും നുകം പോലെ നീണ്ട കൊമ്പുള്ളവയുമായ 1000 ഉത്തമ ഗജങ്ങളെയും ചൂതിൽ യുധിഷ്ഠിരൻ പണയം വെച്ചു. അശ്വങ്ങളെ പൂട്ടിയ 1000 തേരും ഒരു തേരിന് 1000 ശമ്പളക്കാർ, അതായത് യുദ്ധമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ശമ്പളം കൊടുക്കുന്നവരുമായ ശമ്പളക്കാരെയും യുധിഷ്ഠിരൻ പണയം വെച്ചു. ചിത്രരഥനെന്ന ഗന്ധർവനെ യുദ്ധത്തിൽ തോൽപ്പിച്ചപ്പോൾ അവൻ സന്തോഷത്തോടെ അർജുനന് നൽകിയ തിത്തിരിപ്പുള്ളിന്റെ നിറമുള്ള പൊന്നണിഞ്ഞ കുതിരകളെയും 10,000 തേരുകളും വണ്ടികളും യുധിഷ്ഠിരൻ പണയം വെച്ചു. മാറുവിരിഞ്ഞവരും പാൽ കുടിക്കുന്നവരും നല്ലവണ്ണം ചോറുണ്ണുന്നവരുമായ 60,000 വിക്രമശാലികളായ വീരയോദ്ധാക്കന്മാരെയും യുധിഷ്ഠിരൻ ചൂത് കളിക്കുവാനായി പണയം വെച്ചു. അതെല്ലാം കള്ളക്കളി കളിച്ച് ശകുനി ദുര്യോധനന് നേടിക്കൊടുത്തു. താമ്രലോഹം കൊണ്ട് മൂടിയ ഓരോ നിധിയിലും അനർഘമായി ശോഭിക്കുന്ന കാഞ്ചനം നിറച്ച 5 കുടങ്ങൾ വീതമുള്ള 400 നിധികൾ യുധിഷ്ഠിരൻ പണയം വെച്ചു. പാണ്ഡവരുടെ കയ്യിലെ ദ്രവ്യങ്ങളെല്ലാം ഒരുവിധം തീർന്നത് കണ്ട ശകുനി യുധിഷ്ഠിരനെ വീണ്ടും വെല്ലുവിളിച്ചു. വാശിയോടെ യുധിഷ്ഠിരൻ വീണ്ടും ആയുധം, പ്രയുധം, അർബുദം, ദ്രവ്യങ്ങളും പശുക്കൂട്ടം, കാള, എണ്ണമറ്റ ചെമ്മരിയാടുകൾ, കോലാട്, പർണാശ തൊട്ട് സിന്ധുവിന്റെ കിഴക്കേ തീരം വരെയുള്ള രാജ്യങ്ങൾ, നാട്ടിൻപുറം, ഭൂമി, ബ്രഹ്മസ്വമൊഴികെയുള്ള ധനം, ബ്രാഹ്മണരൊഴികെ നാട്ടിലെ പുരുഷന്മാർ ഇവയൊക്കെ ഒന്നൊന്നായി പണയം വെച്ചു. രാജപുത്രന്മാർ മിഴിയിലണിഞ്ഞ് നല്ല ശോഭയുള്ള ആഭരണങ്ങൾ, കുണ്ടലങ്ങൾ, പതക്കങ്ങൾ തുടങ്ങി എല്ലാ ആഭരണങ്ങളും യുധിഷ്ഠിരൻ പണയം വെച്ചു. അതെല്ലാം തന്നെ ശകുനി തന്റെ കള്ളക്കളിയിലൂടെ ദുര്യോധനന് സ്വന്തമാക്കി കൊടുത്തു. പിന്നെ യുധിഷ്ഠിരൻ നകുലനെയും സഹദേവനെയും പണയപ്പെടുത്തി. അവരെയും കള്ളക്കളിയിലൂടെ ശകുനിയുടെ സഹായത്തോടെ ദുര്യോധനന്റേതാക്കി. ഭീമാർജുനന്മാർ യുധിഷ്ഠിരന് പ്രിയപ്പെട്ടവരായതിനാലാവും അവരെ പണയപ്പെടുത്താതെ ഇരിക്കുന്നതെന്ന് ശകുനി പറയുന്നത് കേട്ട് യുധിഷ്ഠിരൻ അർജുനനെയും പിന്നെ ഭീമനെയും ചൂതിനായി പണയപ്പെടുത്തി. താൻ കരുതിക്കൂട്ടി കള്ളച്ചൂത് കളിച്ച് ജയിച്ച് അവരെയും സ്വന്തമാക്കിയെന്ന് ശകുനി പറഞ്ഞു. എല്ലാ ദ്രവ്യങ്ങളും ആന, കുതിര എന്നീ കൂട്ടവും അനുജന്മാരും ഒക്കെ പണയം വെച്ച് കളിച്ചെങ്കിലും എല്ലാം പരാജയപ്പെട്ടു. ഇനി എന്തു പണയപ്പെടുത്തുമെന്ന ശകുനിയുടെ ചോദ്യം കേട്ട് യുധിഷ്ഠിരൻ താൻ മാത്രമാണ് ബാക്കിയുള്ളതെന്നും തന്നെ തന്നെ പണയപ്പെടുത്തി കളിക്കുവാൻ തയ്യാറാണെന്നും പറഞ്ഞു. യുധിഷ്ഠിരൻ പറയുന്നത് കേട്ട ഉടനെ കരുതിക്കൂട്ടി കള്ളച്ചൂത് കളിച്ച് താൻ ജയിച്ചെന്ന് ശകുനി യുധിഷ്ഠിരനോട് പറഞ്ഞു. അങ്ങനെ എല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്ന യുധിഷ്ഠിരനോട് ഭാര്യയെ പണയപ്പെടുത്തിയിട്ടില്ലെന്നും പാഞ്ചാലിയെ പണയം വെച്ച് ചൂത് ജയിക്കുവാൻ ശകുനി പറയുന്നത് കേട്ട് യുധിഷ്ഠിരൻ പാഞ്ചാലിയെയും പണയപ്പെടുത്തി ചൂത് കളിച്ചു. മനോത്കടനും വിജയത്താൽ മതിമറന്നവനുമായ ശകുനി കള്ളച്ചൂത് കളിച്ച് യുധിഷ്ഠിരനെ ജയിച്ചു എന്നും പാഞ്ചാലി ദുര്യോധനന് അടിമയാണെന്നും വിളിച്ചു പറഞ്ഞ് ശകുനി ആഹ്ലാദിച്ചു. ഈ സമയത്ത് ആ സഭയിൽ രാജാക്കന്മാരുടെ വിഷാദം അലയടിച്ചു.
ഭീഷ്മ ദ്രോണകൃപന്മാർ ഇതെല്ലാം കണ്ടും കേട്ടും വിയർത്തു കുളിച്ചു. വിതുരൻ ബുദ്ധി നശിച്ചവനെ പോലെ താഴ്ത്തിയ തല കൈകൊണ്ട് താങ്ങി. ധൃതരാഷ്ട്രൻ മാത്രം ആര് ജയിച്ചു, എന്ത് നേടി എന്ന് ഹർഷത്തോടെ ചോദിച്ചു കൊണ്ടിരുന്നു. കർണൻ ദുശാസനാദികളുമായി സന്തോഷിച്ചു. മറ്റു സദസ്യരുടെയൊക്കെ കണ്ണിൽ നിന്നും കണ്ണുനീർ ധാരധാരിയായി ഒഴുകി. അപ്പോഴും വിജയത്തിൽ മതോന്മത്തനായ ശകുനി തങ്ങൾ ജയിച്ചു ജയിച്ചു എന്ന് ഹർഷത്തോടെ പറഞ്ഞുകൊണ്ടിരുന്നു.